ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഉള്ളിപ്പക്കോടായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സവാളയും പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും കറിവേപ്പിൻ്റെലൊക്കെ നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അത് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ സവാള കുറച്ച് കട്ടി കൂടി കഴിഞ്ഞാൽ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വേവാതിരിക്കും കേട്ടോ. അപ്പോൾ അതിനുകൊണ്ട് നന്നായിട്ട് ചെറുതായി അരിഞ്ഞു കൊടുക്കണം. പിന്നെ അതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് നമ്മൾ പച്ചമുളക് നല്ല എരിയുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യാനുസരണം ഇതിലേക്ക് എത്ര കട്ടിയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാനിപ്പോൾ 6 സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള എരിവൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ചെക്ക് ചെയ്ത ശേഷം നമുക്കിതിൽ അനുസരണം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്ന ശേഷം നമ്മളിതിപ്പോൾ വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് സ്പൂൺ കൊണ്ട് കുറച്ച് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചെടുക്കല്ല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് നല്ല വിശപ്പാവില്ലേ. അപ്പോൾ ആ വിശപ്പിന് നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും അതൊക്കെ നമുക്ക് ഉണ്ടാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ മൈദപ്പൊടി മാത്രമാണ് ചിലപ്പോൾ ഉണ്ടാവാതിരിക്കുക. അത് പെട്ടെന്ന് വാങ്ങിക്കൊടുന്ന ശേഷം നമുക്കത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ അവർ വരുമ്പോഴേക്കും അവർക്ക് ചൂടോടെ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഉള്ളിപ്പക്കോട നല്ല മൊരിഞ്ഞ് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉള്ളിപ്പക്കോട റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. കോരി എടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പും കൂടി ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എണ്ണയിലേക്ക് ഇങ്ങനെ കോരിയിട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഉള്ളിപ്പക്കോട അല്ലെങ്കിൽ ഉള്ളി വട രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഓരോ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്തത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. രണ്ടും ടേസ്റ്റ് ഒരുപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ മൈദപ്പൊടിയുടെ കൂടെ കുറച്ച് അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കട്ടോ. അപ്പോൾ നല്ല മുരുമുരാന്ന് കിട്ടും. ഇത് മുരുമുരാന്നുണ്ട് കേട്ടോ. എന്നാലും അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിപ്പക്കോടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്.